നൗഫൽ, വലിയ ദുരൂഹതയും സംശയങ്ങളും ഉയരുന്നൊരു ഘട്ടം. രണ്ടാം മോദി സർക്കാരിനെ പോലെയല്ല, ഇപ്പോൾ കുറേ കൂടി കരുത്തുള്ളൊരു പ്രതിപക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹതയുടെ ബില്ല് വരുമ്പോൾ അതും വളരെ വേഗത്തിൽ അത് കൊണ്ടുവരുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിനപ്പുറത്തേക്ക് കാര്യക്ഷമമായൊരു പ്രതിരോധം തീർക്കാൻ നാളെ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് തോന്നുന്നു. അല്ല, പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ട്രാപ്പ് ശരിക്കും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കാര്യം. കാരണം വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് ഒരു മധുരമാണ്. ആ മധുരം പുരട്ടിയ ഒരു കയ്പ് നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. വനിതാ സംവരണ ബില്ല് എന്ന് പറയുമ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്, വനിതകൾക്ക് സംവരണം വേണം, പാർലമെൻറ്റ് നിയമസഭകൾക്ക് കൂടുതൽ അവർക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ളത് നേരത്തെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിനിടയ്ക്ക് ഈ മണ്ഡല പുനർനിർണ്ണയം കൂടി നടപ്പിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP പയറ്റുന്നത്. അപ്പോൾ ഇനി നാളെ കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കാം? വനിതാ സംവരണത്തിനെതിരെ പ്രതിപക്ഷം നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് വരിക. അതിനെ കൂടുതലായി ആ ആരോപണത്തെ ശക്തി കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇനി മുതൽ, നാളെ രാവിലെ മുതൽ NDA ശ്രമിക്കുക, BJP ശ്രമിക്കുക. അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ കാരണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു റിസൾട്ട് ആയിരുന്നില്ല BJP പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ആ റിസൾട്ട് പോവുകയും വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിങ്ങനെ പോയാൽ നമുക്ക് അധികകാലം തുടരാൻ കഴിയില്ല. 50 വർഷം ഇന്ത്യ ഭരിക്കുക എന്നുള്ള സ്വപ്നം അവർക്ക് പൂവണിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അതിനാകെയുള്ളൊരു മാർഗം ഇതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു. ഒന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുക. രണ്ടാമത്തത് മണ്ഡല പുനർനിർണ്ണയം പരമാവധി വേഗത്തിൽ നടപ്പിലാക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കാലയളവിൽ തന്നെ BJP നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഇതുകൊണ്ട് സംഭവിക്കുന്നത് വലിയ അസമത്വമാണ് രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന എണ്ണക്കുറവ്, പ്രാതിനിധ്യത്തിലുണ്ടാകുന്ന എണ്ണക്കുറവ്, ഒരു പഠന പ്രകാരം കേരളത്തിൽ മാത്രം 20 സീറ്റുള്ള പാർലമെൻറ്റ് സീറ്റുകൾ 12 കുറയുമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലും അത് 20-30% കുറയും, കർണാടകയിലും കുറയും. അങ്ങനെ കേരളം, കർണാടക, തമിഴ്നാട് ആകെ 70 സീറ്റുകളൊക്കെ ആകെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 70 സീറ്റുകൾ BJPക്ക് എതിരെയുള്ള സീറ്റുകളാണ്. ഇവർ പാർലമെൻറ്റിൽ പോയി ഈ 850 പേരിൽ ഈ 70 പേര് എന്ത് ചെയ്യാനാണ്? ഒരു ബില്ല് പാസ്സാക്കുന്നതിലോ ഒരു ഭേദഗതിയിലോ ഒന്നിലും ഒരു ശബ്ദവുമാകാതെ പോകുന്ന ഒന്നായി ദക്ഷിണേന്ത്യയുടെ ശബ്ദം മാറും. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്ത് ചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥയാണ്. അതുണ്ടാക്കാൻ പോകുന്ന അരക്ഷിതാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കാതെ എങ്ങനെയാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ഒന്ന് മാത്രമാണ്, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ. ഇനി ഏക സിവിൽ കോഡ് വരാനിരിക്കുന്നു. അതുപോലുള്ള ഇപ്പം ബംഗാൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാനുണ്ട്. അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? വനിതകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്, നാരീ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി വരാൻ പോകുന്ന സെൻസസ്, ആ സെൻസസ് പ്രകാരമാണ് ഇത് നടപ്പിലാക്കേണ്ടതെന്നും 2034 ഇത് പൂർണ്ണമായി നടപ്പിലാക്കേണ്ടതെന്നൊക്കെ 2023 നാരീ ശക്തി എന്തോ സംഗതിയില്ലേ ബില്ല്, അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് കാരണം എന്താണ്? ഇത് മാത്രമാണ്. അപ്പോൾ ഇത് വരാൻ പോകുന്ന വലിയൊരു ഭീഷണിയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.